നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 5 ബ്രേക്കൗട്ട് സ്റ്റോക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒരു ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയ ടൈം ഫ്രെയിം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ ബ്രേക്കൗട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് CG പവർ ആണ്. ഇവിടെ ഈ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു വോളിയത്തോടു കൂടി സി ജി പവർ അതിമനോഹരമായിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റം തന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം ഫൈനലി സി ജി പവർ ഈ ഒരു റീജിയണിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിന് വീണ്ടും ഒരു ബ്രേക്കൗട്ട് നല്ല വോളിയത്തോടു കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റീജിയണിൽ എൻട്രി കൺസിഡർ ചെയ്യാം. ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊന്ന് റീടെസ്റ്റിന് വേണ്ടിയൊക്കെ വന്നേക്കാം. 288 290 എന്ന റീജിയൻ ആയിരുന്നു റെസിസ്റ്റൻസ് റീജിയൻ. അപ്പോൾ റീടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ കറണ്ട് പ്രൈസിൽ 300 290 ഈ ഒരു റീജിയനിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ 250 താഴെയാണ്, ഈ ഒരു സ്വിങ്ങിന് താഴെ. അപ്പോൾ വേണമെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ താഴെയും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 50 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. നമുക്കൊരു 350 രൂപയുടെ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് CG പവറാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും സ്വിംഗ് ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു സ്വിംഗ് ട്രേഡിങ് പഠിക്കാനുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ പോയി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഒരു മണിക്കൂറുള്ള ഒരു ട്യൂട്ടോറിയലാണ്. കംപ്ലീറ്റ് ആയിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കിട്ടും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 1 മന്തിലേക്ക് സ്വിംഗ് ട്രേഡിംഗ് എൻട്രീസ് ലൈവായിട്ട് നമ്മൾ എടുക്കുന്നതും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കുക. വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫീ മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് RVNL. അപ്പം RVNL വളരെ വലിയൊരു റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. ഏകദേശം ഒരു നിസ്സാര ടൈം കൊണ്ട് നമുക്ക് ഏകദേശം 100% അധികം റിട്ടേണൊക്കെ തന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ സ്റ്റോക്ക് വളരെ വലിയൊരു അപ്സൈഡ് റാലിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു റീജിയൺ 84-85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 79-നാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിൽ അതിമനോഹരമായിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഇത് അപ്സൈഡ് മൊമെൻറ്റം തന്നേക്കാം. അപ്പം ഈ ഒരു സ്റ്റോക്കിലും നമ്മൾ ഈ ഒരു റീജിയണിൽ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് താഴോട്ട് പോന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിന് ക്ലിയറായിട്ട് ഒരു ബ്രേക്കൗട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം ഈ ഒരു റേഞ്ചിൽ തന്നെ. അതിനുശേഷം നമുക്ക് ഒരുപക്ഷെ ഈ ഒരു 85 ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതല്ല അതൊരു ബ്രേക്കൗട്ടാണ് തരുന്നതെങ്കിൽ വളരെ വലിയൊരു റാലിക്കുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു 60-ന് താഴെയാണ് ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസ്. അപ്പം ഏകദേശം 20 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റായിട്ട് ഏകദേശം 100 രൂപയുടെ ടാർഗറ്റ് ഫസ്റ്റായിട്ട് വെക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി അവിടെ എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ആകാം. അത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ആർക്കാൻസ് കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഇതും വീക്കിലി ചാർട്ടാണ്. ഇത് ജസ്റ്റ് ഒത്തിരി ടൈം ആയിട്ടില്ല. ഇത് IPO വന്നിട്ട് ഇത് ഏകദേശം ഒരു November ലാണ് ഇതിൻ്റെ IPO വന്നത്. അപ്പം ഇത്രയും ടൈം ആയുള്ളൂ ഇത് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ഏകദേശം 450 നിന്ന് 615 വരെ ഒരു ചെറിയ ടൈമിൽ ഏകദേശം 50% റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കമ്പനിയിൽ. ഇതിൻ്റെ നമുക്ക് റവന്യൂ ഒക്കെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ ഇതൊരു നല്ല എൻട്രി ആയിരിക്കും. ഒറ്റയടിക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ തരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ നിന്നൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്ന് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് ഈ ഒരു റീജിയൻ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 3 വീക്കിൽ അതിമനോഹരമായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തും ഏകദേശം ഈ ഒരു റേഞ്ച്
അപ്പം 615 ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 580 തൊട്ട് 600 റീജിയനാണ് ഏറ്റവും ബെസ്റ്റ് എൻട്രി. അപ്പം ഈ ഒരു റീജിയനിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിലാണെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം ഒരു 520 530 റീജിയനിൽ. അപ്പോൾ നമുക്ക് ഏകദേശം 70 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പം 530 സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ 70 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വരും. അപ്പം നമുക്കൊരു 70 രൂപയുടെ ടാർഗറ്റ് വെച്ച് 670 എന്ന ഫസ്റ്റ് ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ഗ്രാവിറ്റ. അപ്പോൾ ഗ്രാവിറ്റയിൽ നമുക്ക് കാണാൻ സാധിക്കും 2022 സ്റ്റാർട്ടിങ്ങിൽ ഒരു അതിമനോഹരമായിട്ട് നമുക്കൊരു 400 എന്ന റീജിയൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം അത് വളരെ വലിയൊരു കറക്ഷൻ തന്നെ ഉണ്ടായി. അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈനിൽ അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഈ ഒരു റീജിയണിൽ, അതായത് ഏകദേശം കുറച്ച് വീക്കുകൾക്ക് മുമ്പായിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു 400 എന്ന റീജിയണിന് ഒരു വീക്കിലി ക്യാൻഡിൽ ബ്രേക്കൗട്ട് തന്നു. അതിനുശേഷം അതിന് മുകളിൽ കുറേ വീക്കുകളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനാണ്. ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് തന്നിട്ട് അതിന് മുകളിൽ പ്രൈസ് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ സർവൈവ് ചെയ്ത് നല്ല കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പം ഒരുപക്ഷെ ഒരു ചെറിയ കറക്ഷനും കൂടെ വന്നേക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. അപ്പം ഈ ഒരു റീജിയണിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 443 ഇപ്പം കറൻ്റ്ലി ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പം 400നും 440നും ഇടയ്ക്ക് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു റീജിയണിന് താഴെയാണ് വരിക. ഏകദേശം 350 റീജിയനാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പം ക്വാണ്ടിറ്റി അതനുസരിച്ച് എടുക്കുക. കൃത്യമായിട്ട് 1:1 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇപ്പം അതിൻ്റെ അകത്ത് ആ ഒരു മണിക്കൂറുള്ള ആ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ് ലൈവ് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഒരിക്കലും സ്വിംഗ് ട്രേഡിങ്ങിൽ ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ 2 സ്റ്റോക്കിലോ ഒന്നിച്ച് നമ്മുടെ ക്യാപിറ്റൽ അല്ല ആഡ് ചെയ്യേണ്ടത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റോക്കാണ് രാമ സ്റ്റീൽ. അപ്പോൾ രാമ സ്റ്റീൽ നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടുള്ള അപ് ട്രെൻഡ്സ് തന്നിട്ടുണ്ട്. നല്ലൊരു റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. 15 നിന്ന് നമുക്ക് ഏകദേശം 37 ഇപ്പം 41 വരെ എത്തിയിരിക്കുന്ന സ്റ്റോക്കാണ് ഏകദേശം ഒരു 6 മാസത്തെ കാലയളവിൽ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബൈയിങ് വോളിയം എപ്പോഴും കൂടുതലായിട്ടുള്ള കാണാൻ സാധിക്കും. അതൊരു നല്ല സൈനാണ് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു 37 എന്നത്. 37ൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നു. ഇതിന് മുമ്പത്തെ വീക്കിൽ അത് ക്ലിയർ ആയിട്ട് അതിന് മുകളിൽ ഒരു ക്ലോസിങ് തന്നിരുന്നു. അപ്പം അതിന് മുകളിൽ കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു വളരെ നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിലല്ല കാണാൻ സാധിച്ചത്. എങ്കിലും പ്രൈസ് അവിടെ സർവൈവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആ ഒരു ബ്രേക്കൗട്ട് റീജിയന് മുകളിൽ തന്നെ പ്രൈസ് സർവൈവ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഒരു കറക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു 37 ഒക്കെ നല്ല റേഞ്ചാണ്. നമുക്കൊരു റീടെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ 37 എന്ന റീജിയൻ ഒരു നല്ല എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് താഴെ ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് മുകളിലേക്ക് ടാർഗറ്റ് 1:1 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ വീക്കിൽ നമ്മുടെ 5 ബ്രേക്കൗട്ട് സ്റ്റോക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മുമ്പോട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പം ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റോക്സിലൊക്കെ എൻട്രി എടുക്കുമ്പം നിഫ്റ്റി നമുക്ക് ഓപ്പോസിറ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ടൈമിൽ എല്ലാ സ്റ്റോക്സും ഒരേ രീതിയിൽ പെർഫോം ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ നിഫ്റ്റി നമുക്ക് പോസിറ്റീവ് തരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ക്യാപിറ്റൽസ് ആഡ് ചെയ്ത് എൻട്രീസ് എടുക്കാം. അല്ലാത്ത ടൈമിൽ ചെറിയ ക്യാപിറ്റൽസ് മാത്രം ആഡ് ചെയ്ത് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.